നിപ്പട്ടൊക്കെ ഉണ്ടാക്കി കൺമണി ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴേക്ക് ഇതാ ഫോൺ വന്നിരിക്കുന്നു, ആമസോണിൻ്റെ പാർസൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ. ഈ ചേട്ടൻ ഏറ്റവും ലാസ്റ്റ് വരുന്നത് നമ്മുടെ വീട്ടിലേക്കാണ്. കാരണം എപ്പോൾ വന്നാലും നമ്മുടെ വീട്ടിൽ ആളുണ്ടാവും. പിന്നെ അത് മാത്രമല്ല ഓൾമോസ്റ്റ് ദിവസവും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡെലിവറി ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ക്ലിനിക്കിലെത്തി. കൺമണി സ്കൂളിൽ നിന്ന് പനിയും ചുമയും ജലദോഷവും പിടിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം വന്നത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് സിറപ്പൊക്കെ തന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. ഈ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ വന്നത്. പിന്നെ കുറച്ച് ഷാമ്പും കണ്ടീഷണറൊക്കെ ഉണ്ടായിരുന്നു. കാരണം നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ചെറിയ പ്രൈസിൽ കുറേ ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വാങ്ങിച്ചു. അനിത്തമ്മനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോഴേക്ക് ചാച്ച എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കുറച്ച് സമയത്ത് സംസാരിച്ചു. ചാച്ച ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് കഴിക്കാൻ നിന്നില്ല. ചാച്ച അനിത്തമ്മയും ഹരിഹറിലേക്കും ഞാനും നാത്തൂനും അമ്മയും കൺമണിയും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നാത്തൂന് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവൾ കുഞ്ഞു കുഞ്ഞു പർച്ചേസൊക്കെ കഴിഞ്ഞു. അമ്മയ്ക്ക് പാർലറിൽ പോകണമായിരുന്നു. അങ്ങനെ നേരെ പാർലറിലേക്ക് വിട്ടു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതാ അശ്വിനും ബ്രൗണി വാക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ ചൂടാക്കി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. എൻ്റെ ഏറ്റവും മോശം സ്വഭാവമാണ് അതൊക്കെ കഴിഞ്ഞിട്ടൊരു കോഫി. കാരണം എനിക്കിന്ന് ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കോഫി കുടിച്ചാൽ അതൊരു നല്ല സ്ട്രോങ് കോഫി കുടിച്ചാൽ ശരിയാവുമെന്ന്. അങ്ങനെ പാതിരാത്രി ഞാനൊരു കോഫിയും കുടിച്ചിട്ട് ഇതാ 12 മണിക്ക് ഉറങ്ങാൻ പോവാണ്. ബൈ ബൈ.